വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കിച്ചൺ ക്ലീൻ ചെയ്യണം, പിന്നെ അല്ലറ ചില്ലറ ക്ലീനിങ് ഉണ്ട്. പിന്നെ രാവിലെ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുവരെ എടുത്തിട്ടിട്ടില്ല. കാരണം രാവിലെ തൊട്ട് ദേ ഇപ്പോൾ ഉച്ച കഴിഞ്ഞു, ഉച്ച വരെയും മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെയുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടി ഈവനിങ് വ്ലോഗ് വിത്ത് ക്ലീനിങ് അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്താകും എന്നൊന്നും എനിക്കറിയത്തില്ല. വീഡിയോ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുമെന്നെങ്കിൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ, നാട്ടിലൊക്കെ ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെയാണ്, ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചെന്നൈയിൽ ഒടുക്കത്തെ ചൂട്. പിന്നെ വേറെന്താണ്, പിന്നെ കുറച്ച് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവാട്ടാനുണ്ട്. അപ്പോൾ കുറച്ച് ചടപടേന്ന് തീർക്കേണ്ട പണികളൊക്കെ ഉള്ള ഒരു ദിവസമാണിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ വേഗം പോയിട്ട് തുണി അങ്ങ് എടുത്തിട്ട് നമുക്ക് സ്റ്റാൻഡുണ്ട്, സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഇടാം. മറ്റേ അയ കിട്ടിയില്ല, കാരണം അയ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വൃത്തികേടാവുമോ എന്നൊരു തോന്നില്ല. അപ്പോൾ അയൊന്നും കിട്ടിയില്ല, ഒരു സ്റ്റാൻഡ് വാങ്ങി. ഇപ്പോൾ സ്റ്റാൻഡിൽ തുണികളൊക്കെ എടുത്തിടണം. അതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ് തുടങ്ങാം. കാരണം രാവിലെ വാഷിംഗ് മെഷീനിൽ ഇട്ട തുണിയാണ്, ഇതുവരെ എടുത്തിട്ടിട്ടില്ല. നേരെ വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്കാണ് പോയത്. വാഷിംഗ് മെഷീൻ തുറന്ന് അതിനകത്ത് കിടക്കുന്ന തുണികളൊക്കെ പറക്കി നേരെ ബക്കറ്റിലേക്ക് ഇട്ടു. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ബെഡ്ഷീറ്റും കൂടെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ. നേരത്തേക്കുള്ള വീക്ക്ലി വൺസ് ആയിരുന്നു ഞങ്ങൾ വാഷിംഗ് മെഷീൻ ഇടാറ്. ഇപ്പം വീക്ക്ലി ട്വൈസ് ഇടുന്നുണ്ട്. കാരണം വേറെ എന്തെല്ലാം നമ്മളിപ്പോൾ അയ കിട്ടാത്ത കാരണം കൊണ്ട് സ്റ്റാൻഡിലല്ലേ ഇടുന്നത്. അപ്പോൾ ഒരുപാട് തുണി ആയിക്കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ ഇടാനും പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് വീക്ക്ലി ട്വൈസ് ആണ്. പിന്നെ 3 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരുന്നു ആദ്യമൊക്കെ വീക്ക്ലി വൺസ് മാത്രം വാഷിംഗ് മെഷീൻ ഇടുന്നത്. ഇപ്പോൾ അങ്ങനെ ട്വൈസ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ ബെഡ്ഷീറ്റും കൂടെ ഇട്ടു. ബെഡ്ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് വളരെ നല്ലതാണ്, നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ പെട്ടെന്ന് വരും. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നേരെ ഞാൻ സ്റ്റാൻഡൊക്കെ എടുത്തത് സെറ്റാക്കാണ്. സാധാരണ ചേട്ടൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചേട്ടനാണ് ഇതൊക്കെ ചെയ്തു തരാറ്. ചേട്ടൻ ഇപ്പോൾ ഓഫീസിൽ പോകുന്ന കാരണം കൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്റ്റാൻഡ് ഞങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അയ കെട്ടാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, ഇവിടെ കുറച്ച് സ്ഥലമുള്ളൂ. അപ്പോൾ അത് അടയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും സ്റ്റാൻഡ് വാങ്ങിയത്. അപ്പോൾ കൂടെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ അസിസ്റ്റൻറ്റും ഉണ്ട്. സ്റ്റാൻഡ് ആകുമ്പോൾ പിന്നെ നമ്മളിന്ന് രാവിലെ വാഷ് ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ക്ലോത്തൊക്കെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ഥലം അടയും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത് ഞങ്ങൾ വാങ്ങാനുള്ള കാരണം. അപ്പം വാവ ഡ്രസ്സൊക്കെ അയ്യലിട്ടിട്ട് അതിനെ ഭീഷണിപ്പെടുത്താണ്. അവൻ ഇട്ടിട്ട് സെറ്റ് ആവുന്നില്ലായിരുന്നു, അങ്ങനെ അതിനെ ഭീഷണിപ്പെടുത്താണ്. ഡ്രസ്സിനെ ഭീഷണിപ്പെടുത്തിയിട്ട് അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവ ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ വന്നത് നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യലാണ് അവൻ്റെ പണി. ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയ പണികളും തരും, എന്നാലും കുഴപ്പമില്ല. അവൻ എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്ത് തരികയാണ്. അവിടെ നിന്നിട്ട് അവനാണ് എൻ്റെ കയ്യിലേക്ക് എടുത്ത് തരുന്നത്, ഞാൻ അതിനകത്ത് വിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ പണികളൊക്കെ ചെയ്യുന്നത്. എല്ലാം ചെയ്തു തരണം എന്നാണ്. കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാത്തിനും വന്നിട്ട് ചെയ്തു തരണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ കത്തിയൊന്നും ഞാൻ കൊടുക്കില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് തുണികളൊക്കെ അത്യാവശ്യം വിരിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്കാണ് വന്നത്. അപ്പോൾ അരി ഉഴുന്നൊക്കെ ആട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അരി ഉഴുന്ന് ആട്ടാൻ വിചാരിച്ചിട്ട് ആദ്യം നമ്മുടെ ഉഴുന്നാണ് ഞാൻ ആട്ടുന്നത്. ആദ്യം ഉഴുന്ന് ആട്ടി ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വേഗം എടുത്ത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഉഴുന്ന് നല്ല രീതിയിൽ അങ്ങ് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നിടുന്ന സമയത്ത് ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നറിയാൻ നോക്കിക്കൊണ്ടാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് കുറച്ച് ഉഴുന്നൊക്കെ താഴെ പോയി. പിന്നെ അതൊക്കെ പറക്കി അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം അപ്പോൾ ദേ ഉഴുന്ന് മാത്രം ആട്ടിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദോശയ്ക്കും ദോശയ്ക്ക് ഇഡ്ഡലിക്ക് മാവ് ആട്ടിയിട്ട് ഇഡ്ഡലി കുറച്ച് കട്ടയായിട്ടാണ് വന്നത്. സാധാരണ എനിക്ക് ഫ്ലോപ്പാണ്, പക്ഷേ ദോശ നന്നായിട്ട് വന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് ഇരുന്ന് ബാക്കി അരിയും കൂടി ഞാൻ എന്തായാലും കുതിരാൻ വെച്ചിട്ട് ഇപ്രാവശ്യം കൂടി മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പുറത്തുനിന്നാണ് വാങ്ങിക്കാറ്. പിന്നെ ആപ്പത്തിന് മാവിന് വേണ്ടിയിട്ട് അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട്, പക്ഷേ ചോറില്ലായിരുന്നു. ഉച്ചക്കലത്തോടെ ചോറ് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പോഴത്തെ കുറച്ച് ചോറ്, വളരെ കുറച്ച് മതിയില്ല, പൊന്നിയരി ആയതുകൊണ്ട് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ പിന്നെ ചോറും കൂടെ കഴുകി അടുപ്പിൽ തന്നെ വെച്ചു. അപ്പോൾ വേഗം അത് ആവുമ്പോഴത്തേക്ക് നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കും വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് വേഗം ആട്ടിയെടുക്കാം. അത് കഴിഞ്ഞ് ചോറ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും. ഞാൻ ചോറായി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് അതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഞാൻ ആപ്പത്തിന് എന്തായാലും ആട്ടുന്നുള്ളൂ. അപ്പോൾ ആപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ചോറ് ഞാനിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ തിളയൊക്കെ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഉഴുന്നൊക്കെ അരച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പച്ചരി ആട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ പച്ചരിയൊക്കെ വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കും.
വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നേരെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഞാനൊരു 2 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ മിക്സിൻ്റെ ജാറ് വന്നിട്ട് നല്ലപോലെ ചൂടാവാറുണ്ട്. അപ്പോൾ അതങ്ങനെ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ഐസ് ക്യൂബും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് അത് അരച്ചെടുക്കുന്നത്. അപ്പം നല്ല രീതിയിൽ അരച്ചതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ മാവ് അരച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് വെക്കാറില്ല. കാരണം ഉപ്പിട്ടിട്ട് നമ്മൾ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുളിക്കും ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതിനകത്ത് ഉപ്പിടത്തില്ല. ഉപ്പിടാണ്ട് അരച്ച് വെച്ച ഉഴുന്നും മാവും കൂടെ നല്ല രീതിയിൽ കൈവച്ച് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കും. അതിന് ശേഷം ഇതങ്ങ് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അടച്ച് വെച്ചിട്ട് ഇപ്പം ഇന്ന് ഞാൻ വൈകിട്ടാണ് ഇത് അരച്ചത്. അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും മാവൊക്കെ നല്ല രീതിയിൽ പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം ഇപ്പം നമ്മൾ ഇന്ന് എന്ന് വെച്ചാൽ നാളെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പിടാണ്ട് തന്നെ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ പച്ചരി ഞാൻ പതുക്കെ ഫ്രിഡ്ജിക്ക് വെക്കാതെ വിചാരിച്ചു. കാരണം ചോറ് വെന്ത് കിട്ടുന്നതേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഇത് കുറച്ച് രാവിലെ ഇട്ട് വെച്ചതല്ലേ, അപ്പോൾ ഇതിനി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം സ്മെല്ല് വരുമോ എന്നൊരു പേടി. അപ്പം ഞാൻ എന്തായാലും കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് നേരെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്തങ്ങ് വെക്കാം. വെച്ച് ചോറ് ഒന്ന് ചോറാവുന്നതേ ഉള്ളൂ. അതൊന്ന് ചൂടാറിയതിന് ശേഷം അതുകൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിവിടെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പം ഞാൻ ഇവിടുന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ സ്പൂണും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ 2 കൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇതിനടിയിൽ നമ്മൾ ഈ വെള്ളത്തോട് കൂടി സാധനങ്ങൾ ഇട്ട് വെക്കുമ്പോൾ ഇതിനടിയിൽ ഒരുമാതിരി പൂപ്പൽ പോലെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരുമാതിരി പൂപ്പൽ, ഒരു അഴുക്ക് പിടിച്ച പോലെ ഒരു വഴുവഴുപ്പുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വാഷ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ ഇരുന്നിട്ട് സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് നല്ലതുപോലെ തുടച്ചിട്ടാണ് നമ്മുടെ സ്പൂണും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് വെക്കാറ്. അപ്പോൾ വേറെ കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് സ്പൂണൊക്കെ ഇട്ട് വെക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ളത് വാങ്ങാനുള്ള കാരണം നമുക്ക് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെതാണെന്നുണ്ടെങ്കിലും ഇപ്പം അല്ലാതെ വുഡൻ സംഭവങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം വന്നിട്ട് ഞാൻ യൂസ് ചെയ്യാത്ത സ്പൂണുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഷെൽഫിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇല്ലാതെ ഈ 2 എണ്ണമാണ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ വേഗം കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ തുടച്ച് അതിലേക്ക് ഞാൻ എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കുകയാണ്. സ്റ്റീലിൻ്റെ സാധനങ്ങൾ ഫുള്ളും ഞാൻ ഇതിനകത്താണ് ഇതൊക്കെ ഇതിലങ്ങ് ഇട്ട് വയ്ക്കും. പിന്നെ ബാക്കിയുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ വുഡിൻ്റെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടുതലും ഞാൻ ഇതിനകത്തേക്ക് ആക്കി വയ്ക്കും, സെപ്പറേറ്റ് ചെയ്യും. ഇനി ഞാൻ ഈ ഒരു പോർഷനാണ് കേട്ടോ വൃത്തിയാക്കുന്നത്. നമ്മുടെ വിൻഡോൻ്റെ സൈഡിൽ താഴെ ഞാനിങ്ങനെ കുറച്ച് മണി പ്ലാന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അവിടെ നമ്മുടെ സോഫ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ കുറച്ച് ക്ലോത്ത് സെറ്റ് ചെയ്തിട്ടാണ് അവിടെ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇല്ലാതിരിക്കുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയിട്ട് ആ ക്ലോത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലൊക്കെ ഇങ്ങനെ പൊടി ഇങ്ങനെ പറ്റിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഇത്ര വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഞാൻ അവിടെ തന്നെ അത് ഇട്ടിട്ട് അതിൻ്റെ മുകളിലത്തെ പൊടിയൊക്കെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കണം. തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മണി പ്ലാന്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. കുറേ നാളായി ഞാൻ മാറ്റിയിട്ട്. അപ്പോൾ അത് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ മണി പ്ലാന്റിൽ ജസ്റ്റ് ഇങ്ങനെ വേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു ട്രേ ആണ് വൃത്തിയാക്കി കൊടുക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ നേരത്തെ ഞാൻ സ്പൂണിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിതിൽ കുറേ വെള്ളമുള്ള സാധനങ്ങൾ ഇട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ആ ട്രേക്കകത്ത് ഒരു വഴുവഴുപ്പ് വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ മീഷോന്ന് വാങ്ങിയത്, ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഭയങ്കര അഫോർഡബിൾ പ്രൈസിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലത്തെ സംഭവമില്ലേ അതൊക്കെ അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഞാനൊരു ലിക്വിഡ്, എനിക്ക് നല്ലപോലെ പത വരണം ഇതൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത്, അപ്പോൾ ഒരു ലിക്വിഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ലിക്വിഡിലേക്ക് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. അതിന് ശേഷം ഞാൻ ഒരു സ്ക്രബ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റൗ കഴിയുമ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് പോലെയാണ് എനിക്ക് എപ്പോഴും. ഞാൻ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റൗ ക്ലീൻ ചെയ്യുക എന്നുള്ളത് കാര്യം. ഒരുവിധം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആർക്കൊക്കെ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാനൊരു നനഞ്ഞ തുണി കൊണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കാറാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ക്ലോത്ത് കൊണ്ട് ഫുള്ളായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ കൂടുതൽ ആൾക്കാരൊന്നും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം, നമ്മുടെ സ്റ്റൗവിനടിയിലുള്ള ഭാഗം. ശരിക്കും എല്ലാവരും ഒന്നും ആയിരിക്കില്ല, പക്ഷെ ഞാൻ നേരത്തെ ഒന്നും ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ എന്തെങ്കിലും പാലോ എന്തെങ്കിലും തിളച്ച് പൊന്തി പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഉള്ളിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാറ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നേരത്തെയൊക്കെ താമസിച്ചിരുന്ന വീട്ടിൽ ഇതിങ്ങനെ അധികം ഇങ്ങനെ പൊക്കി ക്ലീൻ ചെയ്യാതിരുന്ന കാരണം കൊണ്ട് തന്നെ അതിനടിയിൽ ഒരുപാട് അഴുക്ക് കട്ടിയായിട്ട് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു പാടമായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ ഇതിൻ്റെ പൊക്കിയതിന് ശേഷം അതിന് അടിഭാഗവും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ മിക്സിക്ക് വേണ്ടിയിട്ട് ഒരു മണമുള്ളൊരു ലിക്വിഡാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അത് ഞാൻ ഇതിൻ്റെ ബോട്ടിലേക്ക് ആക്കിയതിന് ശേഷം അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് എപ്പോഴും മിക്സിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാറ്. നല്ല മണമാണ്, റോസിൻ്റെ മണമാണ്. സോ അപ്പോൾ അത് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സിയും നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. മിക്സിയൊക്കെ തുടച്ച് സെറ്റാക്കി ഒരു ഭാഗത്തേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ മേലത്തെ ഫ്ലോർ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്തില്ലേ സ്റ്റൗ വാഷ് ചെയ്യാൻ വേണ്ടി, സ്റ്റൗ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത അതേ ലിക്വിഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ലിക്വിഡ് വെച്ചിട്ട് ഞാൻ നമ്മുടെ ഫ്ലോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ എണ്ണയിലൊക്കെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആ എണ്ണയുടെ ഡ്രോപ്പുകളൊക്കെ തെറിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കറിയൊക്കെ തിള വന്നിട്ട് അതിങ്ങനെ തെറിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഈ വോളിലൊക്കെ ഈ ടൈൽസിലൊക്കെ അതിങ്ങനെ പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ഇല്ലെങ്കിൽ അവിടെ കറ പറ്റിയിരുന്നിട്ട് ഒരുമാതിരി വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഒരു ക്ലോത്ത് എടുത്ത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്ത് പിഴിഞ്ഞതിന് ശേഷം ആ ഒരു നനവോട് കൂടി നമ്മൾ അവിടെ കഴുകിയിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ആ സോപ്പ് പതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടുത്തെ ചൂടിന് നമ്മൾ എവിടെ ഒന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്, നല്ലപോലെ ഡ്രൈ ആയി. അപ്പോൾ തന്നെ ഞാൻ മിക്സിയൊക്കെ എടുത്ത് പ്ലഗ് ചെയ്തു തിരിച്ച്. ഇനി വാഷ് ബേസിനാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിന് ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിയതാണ്. നല്ല യൂസ്ഫുള്ളാണ്. കാരണം നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിനുള്ളിലേക്ക് പോയി അത് അടയുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ അതിനകത്തുണ്ടായിരുന്ന വേസ്റ്റൊക്കെ ഡസ്റ്റ്ബിന്നിൽ ഇട്ടതിന് ശേഷം നമ്മുടെ വാഷ് ബേസിനിൽ ഫുള്ളും അതേ സെയിം ലിക്വിഡ് തന്നെ ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്തെടുക്കുന്നത്. നല്ലപോലെ സ്ക്രബ് ചെയ്ത് അഴുക്കും കാര്യങ്ങളൊക്കെ കളയാണ്. പിന്നെ കുറച്ച് നട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബോട്ടിലേക്ക് മാറ്റുകയാണ്. വാവയ്ക്ക് ഇപ്പോൾ സ്കൂളിൽ ഇടയ്ക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി, ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി അതൊക്കെ അടച്ചു വെച്ചതിന് ശേഷം ഈ സ്റ്റാൻഡ് ശരിക്കും ഞങ്ങൾ കൊണ്ടുവന്ന ഇവിടെ ഉള്ള സ്റ്റാൻഡല്ല, ഞങ്ങൾ കൊണ്ടുവന്ന സ്റ്റാൻഡായിരുന്നു. ഇവിടെ അത് സെറ്റായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കബോർഡ്സ് കുറവാണ്. അപ്പോൾ ഇതിനുള്ളിൽ കറക്റ്റ് ഗ്യാപ്പിൽ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ വെച്ചതിന് ശേഷം അവിടെ നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെയും വെളുത്തുള്ളിൻ്റെയൊക്കെ തൊലിയും കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ പറ്റിയിരിക്കുന്നുണ്ടായിരുന്നു ആ തുണിയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞതിന് ശേഷം മുകളിലത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ മുകളിലും കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വെറ്റ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ആ വെറ്റ് തുണി വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലീൻ ചെയ്തതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്പോഴപ്പോഴും ആ പാത്രങ്ങൾ തിരിച്ച് അവിടെ തന്നെ വെക്കുന്നുണ്ട്. കാരണം എല്ലാം കൂടി ലോഡായിട്ട് ഒരുമിച്ച് വെക്കാനുള്ള മടി കാരണം കൊണ്ട് അപ്പോൾ സെറ്റാക്കുന്നു. അന്നേരം തന്നെ പാത്രങ്ങളും കാര്യങ്ങളും എടുത്ത് തിരിച്ച് അവിടെ റീഅറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു മൂടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്കൊരു മൂഡ് വരാവും മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ തോന്നും. അങ്ങനെ തോന്നിയ ഒരു ദിവസമാണ് ഇന്ന്. അത് കാരണം കൊണ്ടാണ് വേഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞു. അവിടെ പാത്രങ്ങളൊക്കെ തിരിച്ച് സെറ്റാക്കി, എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാനിനി എൻ്റെ കലവറ തുറക്കുകയാണ്. ഇതിനകത്താണ് എൻ്റെ എല്ലാ ഐറ്റംസും, കൂടുതൽ കിച്ചണിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും വെച്ചിട്ടുള്ളത്. എണ്ണ, അരി, എല്ലാ സംഭവങ്ങളും, മസാല ഐറ്റംസും ഒക്കെ ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യാത്ത നമ്മുടെ എല്ലാ മലയാളികളുടെ വീട്ടിൽ കാണില്ലേ കുറച്ച് പ്ലേറ്റ്സ്, ഗ്ലാസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനുള്ളിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ കബോർഡ്സ് കുറവാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടുത്തെ ഓണർ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇതിനുള്ളിൽ എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാല ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ച് അതിൻ്റെ പൊടികൾ അങ്ങനെയൊക്കെ അതിനകത്ത് വീഴില്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ തുടച്ചിട്ട് അതേ സ്ഥാനത്ത് തന്നെ നമ്മൾ തിരിച്ചുള്ള പാത്രങ്ങളും അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യാത്ത കുറേ സ്പൂണും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. കുറേ അധികം പാത്രങ്ങളുണ്ട് യൂസ് ചെയ്യാതെ. ആകെ ഞങ്ങൾ 3 പേർക്ക് വേണ്ടിയിട്ട് ഇത്രയും പാത്രങ്ങളൊക്കെ, പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെക്കില്ലേ, അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെയാണ്. ഇതിനകത്തുള്ള ആ വൈറ്റ് കളറ് വെസൽ വന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് അടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഈ ചുവന്ന ബക്കറ്റിലാണ് ഞാൻ അരിയൊക്കെ ഇട്ട് വെക്കുന്നത്.
അപ്പോൾ അതും ഞാൻ വേഗം തന്നെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അടുക്കി പറക്കി വെച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഷെൽഫിൻ്റെ മുകൾ ഭാഗത്തും കൂടെ ചുമ്മാ ഒന്ന് തുടച്ച് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. ഷെൽഫ് തുടയ്ക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗവും കൂടെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കാമെന്ന്. അപ്പോൾ അതേ തുണി കൊണ്ട് തന്നെ ജസ്റ്റ് ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം കുറച്ച് വാറാമാലയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ചൂല് കൊണ്ട് എൻ്റെ ഹൈറ്റിന് പറ്റുന്നതിനനുസരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഫാനിൻ്റെ മുകളിൽ ഇതേ കണക്ക് കുറേയധികം ഡസ്റ്റ് പിടിച്ചിരിക്കുന്നത് കണ്ടത്. പിന്നെ ഞാൻ അതും കൂടെ മാറ്റുന്നുണ്ട്. കാരണം ഫാനിനകത്ത് ഇങ്ങനെ ഡസ്റ്റ് പിടിച്ചിരിക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറച്ച് കുറഞ്ഞു പോകുന്നത് പോലെ തോന്നാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനകത്തുണ്ടായിരുന്ന ആ പൊടിയും വാറാമലയും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ അടിച്ചു വിട്ടിട്ട് കൈ കൊണ്ടൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം കൈ എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈ കൊണ്ടൊക്കെ ജസ്റ്റ് എടുത്തു കൊടുത്തൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കിച്ചണിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ക്ലീൻ ചെയ്തതിന് ശേഷം. ഇനി ബാക്കിയുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയൊക്കെ ഒന്ന് തൂത്ത് വരണം. കാരണം നമ്മൾ അടിച്ചു വിട്ടിട്ടുള്ള വാറാമാലയും കാര്യങ്ങളും ഒക്കെ തറയിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൂട്ടി വാരിയെടുക്കണം. പിന്നെ തുടയ്ക്കുന്നൊന്നുമില്ല, കാരണം അധികം അഴുക്കൊന്നും ഇല്ല തറയിൽ. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് വിടാറുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ജസ്റ്റ് തൂത്ത് മാത്രം കോരി എടുക്കുന്നുണ്ട് ആ വാറാമാലയും കാര്യങ്ങളൊക്കെ. നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല, ക്ലീൻ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ ശരി, ക്ലീൻ ചെയ്യുന്ന വീഡിയോ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹോപ്പ് യു ഗൈസ് ആർ എൻജോയ് മൈ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.